സിവിലിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ബ്രിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ കാര്യങ്ങളെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്രിക്ക് നോക്കിയിരുന്നു. അവിടെ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിരുന്നു. സൈസ് ഓഫ് ബ്രിക്ക് നോക്കിയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്കിൽ 4 കാറ്റഗറി ആയിട്ട് ബ്രിക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ആൻഡ് ഫോർത്ത് ക്ലാസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ബ്രിക്കിൻ്റെ കമ്പസീവ് സ്ട്രെങ്ത്തും വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയും അനുസരിച്ചാണ് ബ്രിക്കുകളെ ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കാണ്. സോ ഈ ബ്രിക്സ് ടേബിൾ മോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഷീൻ മോൾഡഡ് ബ്രിക്സ് ആയിരിക്കാം. ഇത് കില്ലിലാണ് ബേൺ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഒരു ടോപ്പ് ക്വാളിറ്റി ബ്രിക്കാണ്. അതേപോലെ തന്നെ എഡ്ജസ് വളരെ ഷാർപ്പായിരിക്കും, സ്ക്വയറും സ്മൂത്തും സ്ട്രെയിറ്റും ഒക്കെ ആയിരിക്കും. ഇത് ഒരു സുപ്പീരിയർ പെർമനന്റ് നേച്ചറിലുള്ള വർക്ക്സിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പർസീവ് സ്ട്രെങ്ത്തും അതേപോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയാണ്. കമ്പർസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതൊരു ബ്രിക്ക് ആണെങ്കിൽ ഈ ബ്രിക്കിന്റെ മുകളിൽ ഒരു വെർട്ടിക്കൽ ലോഡ് അപ്ലൈ ചെയ്യും. ലോഡ് അപ്ലൈ ചെയ്യുന്നത് CTM എന്നുള്ള ഒരു മെഷീൻ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ UTM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, CTM എന്ന് പറയുന്നത് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനാണ്. UTM എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്രിക്ക് വയ്ക്കും. അതിനുശേഷം ഇതിന് 2 ജോകൾ ഉണ്ടായിരിക്കും. ഒരു ടോപ്പിൽ ഒരു ജോ ഉണ്ടാവും, ബോട്ടത്തിൽ ഒരു ജോ ഉണ്ടാവും. സോ 1 ജോ വിൽ ബി ഫിക്സ്ഡ് വൺ and next will be a movable one. അപ്പോൾ ഈ ജോയുടെ ഇടയിൽ നമ്മൾ ഒരു ബ്രിക്ക് വയ്ക്കും. അതിനുശേഷം ഈ മൂവബിൾ ജോ മൂവ് ചെയ്യും. ഇതിൽ ലോഡ് അപ്ലൈ ചെയ്യും. സോ ഈ എല്ലാ ഏരിയയിലും ലോഡ് ആക്ട് ചെയ്യും. സോ ലോഡ് ആക്ട് ചെയ്ത് ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി കൂടി വരുന്തോറും കുറേ കഴിയുമ്പോൾ ഈ ബ്രിക്ക് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ അതിൻ്റെ ഒരു ബ്രിക്കിന് മാക്സിമം എത്ര ലോഡ് എടുക്കാനാവും അതിനെയാണ് കമ്പർസീവ് സ്ട്രെങ്ത് എന്ന് പറയുക. ഇവിടെ കൊടുത്ത ലോഡ് പിയും ഈ ഏരിയ എയുമാണെങ്കിൽ ഇതിൻ്റെ സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ആയിരിക്കും. സോ ലോഡ് ഇവിടെ ഒരു കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ന്യൂട്ടണിൽ അപ്ലൈ ചെയ്യും, മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ. സോ അങ്ങനെ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ആ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അതിനെയാണ് കമ്പർസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ മിനിമം കമ്പർസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10.5 ന്യൂട്ടൺ പെർ mm² ആയിരിക്കും. 10.5 ന്യൂട്ടൺ പെർ mm² മുകളിലായിരിക്കും ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കമ്പർസീവ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതിന് ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്.
മിനിമം അതിന് 10.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ഫസ്റ്റ് ക്ലാസ് വിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടതിന് ഇമേഴ്സ് ചെയ്തിട്ടതിന് ശേഷം അത് പുറത്തെടുക്കും. ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിലും അതേപോലെ തന്നെ ഇമേഴ്സ് ചെയ്തതിന് ശേഷം പുറത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ വെയിറ്റ് നോക്കും, അതിൻ്റെ വെയിറ്റിലെ ഡിഫറൻസ് നോക്കും. അതിനുശേഷം എത്രത്തോളം വെള്ളം അത് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നുള്ള പേഴ്സൻറ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കും. അതിനാണ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20%. 20% വരെയൊക്കെ അത് വെള്ളം അബ്സോർബ് ചെയ്യാം. അതിൽ കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് ക്വാളിറ്റി, അതേപോലെ തന്നെ സുപ്പീരിയർ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലും ഈ കംപ്രസീവ് സ്ട്രെങ്ത്തും വാട്ടർ അബ്സോർപ്ഷനും ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബ്രിക്കുകളെയാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. So second class bricks are ground molded. They also board in kilns. The surface is somewhat rough, slightly irregular, small hair cracks ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനെക്കാട്ടിയും കുറച്ചുകൂടി ക്വാളിറ്റി കുറവുള്ളൊരു ബ്രിക്സ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് നമുക്ക് പ്ലാസ്റ്ററിങ് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതൊരു സുപ്പീരിയർ ക്വാളിറ്റി ബ്രിക്കാണ്. അതിൻ്റെ ഷേപ്പും എഡ്ജസും എല്ലാം കറക്റ്റ് ആയിരിക്കും. പ്ലാസ്റ്ററിങ് ചെയ്യാതെ തന്നെ വളരെ വൃത്തിയായിട്ട് അതിൻ്റെ മോട്ടർ വെച്ച് അതിൻ്റെ ജോയിൻസ് നീറ്റായിട്ട് ഇടുന്ന അങ്ങനത്തെ രീതിയിലുള്ള കൺസ്ട്രക്ഷനെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കാണ് ഉപയോഗിക്കാൻ കഴിയും. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വിത്ത് എ കോട്ട് ഓഫ് പ്ലാസ്റ്റർ, ഒരു കോട്ട് പ്ലാസ്റ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വീടിനൊക്കെ പ്ലാസ്റ്ററിങ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്കാണ്. ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്, വാട്ടർ അബ്സോർപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് മിനിമം 7 ന്യൂട്ടൺ പെർ എം സ്ക്വയർ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. വാട്ടർ അബ്സോർപ്ഷൻ 22% കൂടാനായിട്ട് പാടില്ല. ഇത്തരത്തിലുള്ള ബ്രിക്കിന് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് തേർഡ് ക്ലാസ് ബ്രിക്ക്. തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് വീണ്ടും അതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയൊരു കോംപ്രമൈസ് വരുന്നുണ്ടായിട്ടുണ്ടാവും. ഇത് ക്ലാമ്പിൽ ബേൺ ചെയ്തിട്ടുള്ള ബ്രിക്കുകളാണ് തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഇറഗുലാരിറ്റി, ഡിസ്റ്റോർട്ടഡ് എഡ്ജസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ടെമ്പററി സ്ട്രക്ചർ, റെയിൻഫാള് ഹെവി അല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ടെമ്പററി സ്ട്രക്ചറിനൊക്കെയാണ് നമ്മൾ തേർഡ് ക്ലാസ് ബ്രിക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ മിനിമം 3.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ഉണ്ടായിരിക്കണം. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 24% കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ഈ തേർഡ് ക്ലാസ്സിന് ശേഷം ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത് തീരെ നമ്മൾ വർക്കിന് ഉപയോഗിക്കാത്ത ടൈപ്പ് ബ്രിക്കിനാണ് ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ 3.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. ഇത് പല ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക്? ഫസ്റ്റ് ക്ലാസ് എന്നോ സെക്കൻഡ് ക്ലാസ് അങ്ങനെ തരം ചോദിക്കില്ല. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്, മിനിമം സ്ട്രെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. സോ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് ഈസ് 3.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. ഇതെല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇത് പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് തേർഡ് ക്ലാസ് ബ്രിക്ക്. നെക്സ്റ്റ് ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. ഫോർത്ത് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് ഓവർ ബേൺഡ് ബ്രിക്സ് ആണ്. ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള ഡാർക്ക് കളറിലുള്ള ഓവർ ബേൺഡ് ബ്രിക്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഫോർത്ത് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇത് കൺസ്ട്രക്ഷൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഇത് അഗ്രിഗേറ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കല്ലിനൊക്കെ പൊതുവായിട്ട് പറയുന്ന പേരാണ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അഗ്രിഗേറ്റ് ആയിട്ട് സങ്കൺ ഫ്ലോറിങ്ങിൻ്റെ ഒക്കെ, അതായത് ബാത്റൂമിൻ്റെ പൈപ്പുകൾ പോകുന്ന ഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. മണലിൻ്റെ ചരലും
ഇതേപോലെ ഇഷ്ടിക പൊട്ടുകളോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് 4th ക്ലാസ് ബ്രിക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ആൻഡ് 4th ക്ലാസ് ബ്രിക്സ്. സോ ഇത് കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെയും വാട്ടർ അബ്സോർപ്ഷന്റെയും ക്രൈറ്റീരിയയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് സുപ്പീരിയർ ക്വാളിറ്റി ബ്രിക്ക് ആയിരുന്നു. അത് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 20% കൂടാനായിട്ട് പാടില്ല. സെക്കൻഡ് ക്ലാസ്സിൽ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7 ന്യൂട്ടൺ പെർ എം സ്ക്വയർ മിനിമം ഉണ്ടായിരിക്കാം. വാട്ടർ അബ്സോർപ്ഷൻ 22% കൂടാൻ പാടില്ല. അതേപോലെ തന്നെ തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3.5 ന്യൂട്ടൺ പെർ എം സ്ക്വയർ ആണ്. വാട്ടർ അബ്സോർപ്ഷൻ 24% കൂടാനായിട്ട് പാടില്ല. ആൻഡ് 4th ക്ലാസ് ബ്രിക്സ് ആർ ഓർബൺ ബ്രിക്സ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഈ പോർഷൻ ഓക്കെ ആണ്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ഓൺ ബ്രിക്സ് ആണ്. നമ്മൾ ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പോൾ ഈ ബ്രിക്കിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത്, ഏതൊരു മെറ്റീരിയലിന്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സർട്ടൻ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. അപ്പോൾ ബ്രിക്കിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ള ടെസ്റ്റുകളാണ് ഞാനവിടെ നോക്കി വരുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ ഈസ് compressive strength test. The second one is water absorption test. Third one is efflorescent test. And fourth one is hardness test. Fourth is size, shape, and color test. Then next one is soundness test. Then structure test. Okay, ഓരോന്നായിട്ട് നോക്കാം. First one is compressive strength test. ഇതിന് ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്നും പറയാറുണ്ട്. ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത്. അപ്പൊ ഇതിന് ജനറലായിട്ട് 5 സ്പെസിമെൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് ലബോറട്ടറിയിൽ വെച്ച് ചെയ്യുന്ന ഒരു ലബോറട്ടറി ടെസ്റ്റിംഗ് ആണ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ 5 സ്പെസിമെൻ എടുത്ത് 5 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യും. ഇത് നമ്മൾ CTM-ലോ UTM-ലോ നമ്മൾ ഈ ബ്രിക്ക് വെച്ചതിന് ശേഷം അതിൽ ലോഡ് അപ്ലൈ ചെയ്യും. അത് ബ്രേക്ക് ആവുന്ന വരെ ലോഡ് അപ്ലൈ ചെയ്യും. അൾട്ടിമേറ്റ് പ്രഷർ, അൾട്ടിമേറ്റ് ലോഡ് അതൊന്നും എടുക്കും. ഇത് മാക്സിമം ആ ബ്രിക്കിന് എടുക്കാൻ കഴിയുന്ന കപ്പാസിറ്റി. അതിനുശേഷം അത് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ, നമുക്കതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടും. ഈ 5 സ്പെസിമെൻ്റെയും ആവറേജ് റിസൾട്ടാണ് ആ ഒരു സാമ്പിളിൻ്റെ ആ ഒരു ബ്രിക്ക് ലോട്ടിൻ്റെ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സൈറ്റിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും സൈറ്റിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ബ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് ആ ഒരു ബ്രിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഈ രീതിയിൽ നമ്മൾ ഉറപ്പുവരുത്തും. അതിന് ആ ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളത് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ആണ്. ഇത് ഈ ഒരു വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വാട്ടർ എത്രത്തോളം അബ്സോർബ് ചെയ്തു എന്നാണ് നമുക്കറിയുന്നത്. വാട്ടർ എത്രത്തോളം അബ്സോർബ് ചെയ്തു എന്നറിയണമെങ്കിൽ അതിൻ്റെ ഡ്രൈ വെയിറ്റും അതേപോലെ തന്നെ അത് വാട്ടർ അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റുമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഡ്രൈ ആയിട്ടുള്ള ബ്രിക്കിൻ്റെ വെയിറ്റ് നമ്മൾ എടുക്കും. അതിനുശേഷം ഫ്രഷ് വാട്ടറിൽ ബ്രിക്ക് ഇമേഴ്സ് ചെയ്ത് 24 hours കീപ്പ് ചെയ്യും. ആഫ്റ്റർ 24 hours ഇമേഴ്ഷൻ നമ്മളത് പുറത്തെടുത്ത് വൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ വെയിറ്റ് നോക്കും. ദ ഡിഫറൻസ് ഇൻ വെയിറ്റ് ബിറ്റ്വീൻ ഡ്രൈ കണ്ടീഷൻ ആൻഡ് ആഫ്റ്റർ ദ 24 hour ഇമേഴ്ഷൻ, അത് നമുക്ക് എത്രത്തോളം വാട്ടർ അബ്സോർബ് ചെയ്തിട്ടുണ്ടെന്നുള്ള വെയിറ്റ് കിട്ടും. ദെൻ വി വിൽ കാൽക്കുലേറ്റ് ദ
പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർബ്. അതിനുശേഷം അത് എത്രത്തോളം പെർസെൻറ്റേജ് വാട്ടർ അബ്സോർബ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി തീരുമാനം. അപ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിലും സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ്സിലൊക്കെ നമ്മൾ പെർസെൻറ്റേജ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിൽ വാട്ടർ എത്രത്തോളം അബ്സോർബ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എഫ്ലോറസൻസ് ടെസ്റ്റ് ആണ്. ഇത് ആൽക്കലീസിൻസിൻ്റെ പ്രസൻസ് ബ്രിക്കിലുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എഫ്ലോറസൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ആൽക്കലീസിൻസിൻ്റെ പ്രസൻസ് ബ്രിക്കിൻ്റെ സർഫസിൽ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് പൗഡർ ലെയർ ഫോം ചെയ്യും. സോ ആ പൗഡർ അത് ഫോം ചെയ്തത് എത്രത്തോളം ആ ഒരു ബ്രിക്കിനെ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യും. ആ രീതിയിലാണ് അതിൻ്റെ എഫ്ലോറസൻസ് ചെക്ക് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ബ്രിക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്ത് ഫ്രഷ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് 24 hour വെച്ച് പുറത്ത് വെച്ച് നമ്മൾ ഷെയ്ഡിൽ അത് ഡ്രൈ ആവാനായിട്ട് അനുവദിക്കും. ഡ്രൈ ആയതിന് ശേഷം ഡ്രൈ ആകുമ്പോൾ അതിൽ വൈറ്റിഷ് ലെയർ വിസിബിൾ ആണെങ്കിൽ അതിൽ ഫ്ലോറസൻസ് ഉണ്ട്. ഇതിൽ വൈറ്റ് ലെയർ ആബ്സെൻസ് ആണെങ്കിൽ, നോട്ട് വിസിബിൾ ആണെങ്കിൽ ആൽക്കലീസിൻസിൻ്റെ പ്രസൻസ് ഇല്ല. ആബ്സെൻസ് ഓഫ് ആൽക്കലീസ് ആണ്. വൈറ്റിഷ് ലെയർ നോട്ട് വിസിബിൾ ആണെങ്കിൽ അതിൽ ആൽക്കലിയുടെ പ്രസൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ വൈറ്റിഷ് ലെയർ ഉണ്ടോയെന്ന് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തതിനു ശേഷം പുറത്തെടുത്ത് ഡ്രൈ ആക്കാൻ അനുവദിച്ചതിന് ശേഷം പുറത്ത് അതിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. ആ പൗഡർ സബ്സ്റ്റൻസ് മൊത്തമായിട്ട് ഓവറോൾ കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിലുള്ള ആൽക്കലിയുടെ പ്രസൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അതിൻ്റെ ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് എഫ്ലോറസൻസ്, എത്രത്തോളം എഫ്ലോറസൻസ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ടെസ്റ്റ് തന്നെയാണ് എഫ്ലോറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ എഫ്ലോറൻസ് ടെസ്റ്റ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് ആൽക്കലീസ് ഇൻ ബ്രിക്സ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫ്ലോറസൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. പ്രസൻസ് ഓഫ് ആൽക്കലീസ്. സോ പ്രസൻസ് ഓഫ് ആൽക്കലീസൻസ് ഉണ്ടെങ്കിൽ ഒരു വൈറ്റിഷ് ലെയർ അതിൻ്റെ പുറത്ത് ഫോം ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ബ്രിക്ക് 24 hour വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിടണം. അതിനുശേഷം അലൗട്ട് ഡ്രൈ ഇൻ ഷെയ്ഡ്. ഈ രീതിയിലാണ് നമ്മൾ ഫ്ലോറസൻസ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ വൈറ്റിഷ് ലെയർ ഈസ് വിസിബിൾ അബൌട്ട് 10% ഓഫ് ബ്രിക്ക് സർഫസ്. അങ്ങനെയാണെങ്കിൽ ആൽക്കലിയുടെ പ്രസൻസ് ആക്സെപ്റ്റബിൾ റേഞ്ചിലാണ് പറയും. ഇഫ് ദാറ്റ് ഈസ് അബൌട്ട് 50%, then it is moderate. If the alkali's presence is over 50%, then it is severely affected by alkalis. Whitish layer 50% കൂടുതലാണെങ്കിൽ സിവിയർലി എഫക്റ്റഡ് ബൈ ആൽക്കലീസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളത് ബ്രിക്കിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. ഇത് നമ്മൾ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റ് അല്ല, സൈറ്റിൽ വെച്ച് നമ്മൾ ഇതൊരു തമ്പ് റൂൾ പോലെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. നമ്മൾ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് ആ ബ്രിക്കിൽ സ്ക്രാച്ച് ചെയ്യും. സ്ക്രാച്ച് ചെയ്തതിനു ശേഷം ഇഫ് ദാറ്റ് ഡസൻ ലെഫ്റ്റ് എനി ഇംപ്രഷൻ ഓൺ ദ ബ്രിക്ക്, then that is a good quality brick. ഫിംഗർ നെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വെച്ച് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കുക. സ്ക്രാച്ച് വരുന്ന റിസ്ക്, ആ സ്ക്രാച്ച് എന്തെങ്കിലും ഒരു ഇംപ്രഷൻ അതിൽ വരുത്തുന്നുണ്ടോ, ആ ഇംപ്രഷൻ എന്തെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ക്വാളിറ്റി അല്ല. നല്ല ക്വാളിറ്റി ഒരു ബ്രിക്കാണെങ്കിൽ അത് ഒരു ഇംപ്രഷനും അതിൽ നിലനിർത്തില്ല. ഈ രീതിയിൽ സൈറ്റിൽ നമുക്ക് ഹാർഡ്നെസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. ഇതും സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു പൊടിക്കൈകളുള്ള ഒരു കാര്യമാണ്. 2 ബ്രിക്ക് എടുത്തതിന് ശേഷം അത് സ്ട്രക്ക് ചെയ്യും. സോ ബ്രിക്കുകൾ തമ്മിൽ, ഗുഡ് ക്വാളിറ്റി ബ്രിക്കുകൾ തമ്മിൽ സ്ട്രക്ക് ചെയ്യുമ്പോൾ അതിനൊരു ക്ലിയർ മെറ്റാലിക് റിംഗിങ് സൗണ്ട്. സോ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 2 ബ്രിക്കുകൾ തമ്മിൽ, ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്കുകൾ തമ്മിൽ സ്ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള സൗണ്ട് ആയിരിക്കും കേൾക്കുക, ഓപ്ഷൻസ് എന്ന് ചോദിക്കാറുണ്ട്. ആൻസർ ഈസ് ക്ലിയർ മെറ്റാലിക് റിംഗിങ് സൗണ്ട്. അതേപോലെ തന്നെ അത് ബ്രേക്ക് ചെയ്യാനും പാടില്ല.
അത്തരത്തിലുള്ളവർക്ക് നല്ല ക്വാളിറ്റി ബ്രിക്സ് ആണ്. സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് കളർ ടെസ്റ്റ് ഇതും സൈറ്റിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. റാൻഡമലി ആയിട്ടൊരു 20 ബ്രിക്ക് നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം ലെങ്ത് വൈസും വിത്ത് വൈസും ഒക്കെ അത് ചെക്ക് ചെയ്ത് മെഷർ ചെയ്യും. അതിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് വൈസ് ഒക്കെ ആണെങ്കിൽ +or-6 mm ഒക്കെയാണ് അലൗബിൾ ആയിട്ടുള്ളത്. വിത്ത് വൈസ് ആണെങ്കിൽ +or-3 mm. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് സൈസിൽ അതിൻ്റെ വേരിയേഷൻ ഉണ്ടോ എന്ന് റാൻഡമായിട്ട് ബ്രിക്സ് കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ ചെക്ക് ചെയ്യുന്നതിനാണ് സൈസ് ഷേപ്പ് ആൻഡ് കളർ ടെസ്റ്റ് എന്നത്. പിന്നെ അതേപോലെ നല്ലൊരു ക്വാളിറ്റി ബ്രിക്ക് ആണെങ്കിൽ അതിൽ ബ്രൈറ്റ് ആൻഡ് യൂണിഫോം ത്രൂ ഔട്ട് അതിൽ ബ്രൈറ്റ് ആൻഡ് യൂണിഫോം കളർ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ സൈറ്റിൽ നമുക്ക് പെട്ടെന്ന് എത്തുന്ന ബ്രിക്കിൻ്റെ ലോട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. സോ ഇത്തരത്തിലാണ് ടെസ്റ്റുകൾ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് നോട്ട് എക്സീഡ് %% ഓഫ് വെയിറ്റ് ഓഫ് ഡ്രൈ ബ്രിക്ക്. നമ്മളിപ്പോൾ ഓൾറെഡി പോർഷൻ നോക്കിയിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി 20% കൂടാനായിട്ട് പാടില്ല. വാട്ട് ഈസ് എ നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക്? ഒരുപാട് സൈസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ 20/10/10 ആണ്. നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക് പഠിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക്, ട്രഡീഷണൽ ബ്രിക്ക് ഒക്കെ പഠിച്ചിരുന്നു. ട്രഡീഷണൽ ബ്രിക്കിനൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സൈസുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയായിരുന്നു? സ്റ്റാൻഡേർഡ് സൈസ് ഇതായിരുന്നു, 19/9/9 cm. സോ അതിൻ്റെ ഒപ്പം മോർട്ടാർ തിക്നെസ് 1 cm കൂടി ആഡ് ചെയ്തതാണ് നോമിനൽ സൈസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് +1 cm മോർട്ടാർ തിക്നെസ്. Brick laid with its length and parallel to the face of a wall is known as. ബ്രിക്ക് ഇങ്ങനെ ലേ ചെയ്തിട്ടുണ്ട് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ഫേസ്. ഇവിടെ നിന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന പോർഷൻ ഇതായിരിക്കും. ഈ പോർഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് സ്ട്രെച്ചിങ്. നെക്സ്റ്റ് ഈസ് മേജർ കണ്ടന്റ് ഓഫ് ബ്രിക്ക് എർത്ത്. മേജർ കണ്ടന്റ് ഏതായിരുന്നു? സിലിക്ക ആയിരുന്നു. സോ സിലിക്ക ഈസ് എ മേജർ കണ്ടന്റ്. സെക്കൻഡ് മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് അലുമിനിയം ആയിരുന്നു. നെക്സ്റ്റ് ഈസ് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് 10.5 Nm/mm ആണ്. ഇവിടെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് വെക്കാം. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ദെൻ ദ ആൻസർ വിൽ ബി 3.5 Nm/mm ആയിരിക്കും. പ്രത്യേകം നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിക്കുക. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്ന എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൻസർ 10.5 Nm/mm. സോ നെക്സ്റ്റ് ഇത് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 m³ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതിയുള്ള ഒരു ബ്രിക്ക് വർക്ക്, ഒരു ക്യൂബ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് എത്ര ബ്രിക്ക് ആവശ്യമാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഈസ് 500 numbers of brick. 500 numbers of brick ഒരു m³ ബ്രിക്ക് വർക്ക് ചെയ്യുന്നതിന് 500 number of bricks ആവശ്യമാണ്. സോ ഇതൊക്കെ ഒരു തമ്പുകളാണ്. ഒരു സൈറ്റിൽ നമുക്ക് ഒരു വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് ഉണ്ടെങ്കിൽ ചുമരുകളാണെങ്കിലും അതിൻ്റെ നീളവും
വീതിയും ഉയരവും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മൊത്തത്തിലൊരു ബിൽഡിംഗ് ആണെങ്കിലും ഒരു റൂമിൻ്റെ ആണെങ്കിലും എത്ര ആണെങ്കിലും അതിൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് 10 MQ ഉണ്ടെങ്കിൽ 5000 ബ്രിക്ക് വേണമെന്നുള്ളൊരു കണക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ 500 നമ്പർ ഓഫ് ബ്രിക്സ് ആണ് ഒരു MQ ബ്രിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വേണ്ട. നെക്സ്റ്റ് ഇസ് ട്രഡീഷണൽ സൈസ് ഓഫ് ബ്രിക്ക്. സോ ട്രഡീഷണൽ സൈസ് ഓഫ് ബ്രിക്ക് നമ്മൾ പഠിച്ചിരുന്നു. 19x9x9 എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് ആയിരുന്നു. 20x10x10 എന്ന് പറയുന്നത് മോട്ടാർ തിക്നെസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസ് ആയിരുന്നു. അതിന് നോർമൽ സൈസ് എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് 22x11/7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതൊരു ഫിക്സ്ഡ് വാല്യൂ അല്ല, അപ്രോക്സിമേറ്റ്ലി അതിൽ 22 എന്നുള്ളതിന് ചേഞ്ച് ചെയ്യാം. 22.5 എന്നോ 11.5 എന്നോ 7.6.5 എന്നൊക്കെ ആ രീതിയിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരാം. ട്രഡീഷണൽ സൈസ് എന്ന് പറഞ്ഞിട്ടൊരു അക്യുറേറ്റ് സൈസ് ഇല്ല. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 22x11/7 സെൻറ്റിമീറ്റർ എന്നതാണ്. അലുമിന ബ്രിക്കിൽ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റാണ് അലുമിന എന്ന് പറയുന്നത്. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് എത്ര മണിക്കൂർ ബ്രിക്ക് ഇമേഴ്സ് ചെയ്ത് ഇടണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് 24 hours. സോ ഇത് ഗേറ്റിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കിവിടെ റിലവൻ്റ് അല്ല. കംപ്രസീവ് സ്ട്രെങ്ത്തിൽ അതിന് ലോഡിങ് എത്ര എങ്ങനെയാണ് കൊടുക്കുന്നത്? 1 മിനിറ്റിൽ 14 Nm/mm² എന്ന രീതിയിലാണ് ചോദിക്കുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഹൗ ഈസ് എ ഹാർഡ്നെസ് ഓഫ് ബ്രിക്ക് ഈസ് ടെസ്റ്റഡ്? ഒരു സൈറ്റിൽ വെച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഫിംഗർ നെയിൽ വെച്ചിട്ടാണ് സാധാരണ എല്ലാവരും ഫിംഗർ നെയിൽ വെച്ചാണ് അതിൽ സ്ക്രാച്ച് ചെയ്യുന്നത്, എന്തെങ്കിലും ഇംപ്രഷൻ കിട്ടുന്നുണ്ടോ. സോ ദ ആൻസർ ഈസ് എ. Next is, what is the maximum permissible tolerance for length and width respectively? അപ്പോൾ നമ്മളൊരു ലോട്ട് ബ്രിക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു 20 നമ്പർ ഓഫ് സ്പെസിമെൻസ് എടുത്ത് നമ്മൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെ അലൗബിൾ ടോളറൻസ് എന്ന് പറയുന്നത് ±6 mm ആണ് ലെങ്ത്തിന്, ±3 mm ഫോർ വിഡ്ത്ത്. Next, what should be observed ideally when 2 bricks are stuck together? നല്ല ക്വാളിറ്റിയുള്ള 2 ബ്രിക്സ് തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് എന്താണെന്നുള്ളതാണ്. ഡൾ സൗണ്ട് ആണോ, സൈഡ്സ് ഷാറ്റർ ചെയ്യുന്ന സൗണ്ടാണോ, ബ്രിക്ക് ബ്രേക്ക് ചെയ്യുന്ന സൗണ്ടാണോ, അതോ ക്ലിയർ മെറ്റാലിക് റിംഗിങ് സൗണ്ടാണോ? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. When observed efflorescence is more than 10% but less than 50% of the exposed area, it is ഏത് 10 മുതൽ 50% വരെയാണ് ആ ഒരു വൈറ്റിഷ് ലെയർ അതിലുള്ളതെങ്കിൽ അതിന് എന്ത് എഫ്ലോറസൻസ് എന്നാണ് പറയുന്നതാണ് ചോദ്യം. സോ മോഡറേറ്റ് എഫ്ലോറസൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. Next, what does M1 indicates in the formula of percentage of water absorption? M2 minus M1 divided by M2. സോ അതിൽ M1 എന്താണെന്നുള്ളതാണ് ചോദ്യം. M1 എന്ന് പറയുന്നത് ഓവൻ ഡ്രൈൻഡ് ആൻഡ് കൂൾഡ് മാസ് ഓഫ് ബ്രിക്കിനെയാണ് M1 എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ M2 - M1 എന്ന് പറയുന്നത് ഓവൻ ഡ്രൈഡ് ആൻഡ് കൂൾഡ് മാസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് M1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രിക്ക് ബ്രോക്കൺ സാൻഡ് ഈസ് നോൺ ആസ്. ബ്രിക്ക് ബ്രോക്കൺ ചെയ്ത പൊടിയെ, സാൻഡ് പോലുള്ള ബ്രിക്ക് ബ്രോക്കൺ ചെയ്ത പൊടിയെ എന്താണെന്ന് പറയുന്നതാണ് ചോദ്യം. എം സാൻഡ്, സുർക്കി, ബ്ലാസ്റ്റ് ഫർണസ്, സ്ലാഗ്, ഫൈൻ, സ്റ്റോൺ ഡസ്റ്റ്. ഈ തരത്തിലുള്ള ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ എം സാൻഡ് എന്ന് പറയുന്നത് മാനുഫാക്ചേർഡ് സാൻഡിന്, നമ്മൾ കോറിയിലൊക്കെ കല്ല് പൊട്ടിച്ചുണ്ടാക്കുന്ന സാൻഡിനെയാണ് മാനുഫാക്ചേർഡ് സാൻഡ് എന്ന് പറയുന്നത്. ബ്രിക്ക് ബ്രോക്കൺ സാൻഡിന് സുർക്കി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് M2 എന്താന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. M2 എന്ന് പറയുന്നത് വെള്ളം അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റിനാണ് M2 എന്ന് പറയുന്നത്. 24 hours ശേഷം വെള്ളം നമ്മൾ എടുത്തതിന് ശേഷമുള്ള, വെള്ളം അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റിനെയാണ് M2 എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഞാനിപ്പോഴാണ് മെസ്സേജ് ബോക്സ് കണ്ടത്. അതിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് UTM ഉം CTM ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന്. അപ്പോൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണുണ്ട്. കൂൾഡ് മാസ് എന്ന് പറയുന്നത് ഓവൻ ഡ്രൈഡ് ആൻഡ് കൂൾഡ് മാസ്. ഓവനിൽ നമ്മൾ ഒരു ബ്രിക്ക് വാട്ടർ അബ്സോർപ്ഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബ്രിക്കിൽ ചെറിയ തരത്തിലുള്ള മോയ്സ്ചറിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും. അത്രയും മോയ്സ്ചറിൻ്റെ കണ്ടന്റ് നമ്മൾ വീണ്ടും ഡ്രൈ ആക്കാൻ ഓവനിൽ വെച്ച് അതിലുള്ള വെള്ളത്തിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്ത് അതിൻ്റെ വാട്ടർ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂട് മാറുന്നതിന് വേണ്ടി കൂളാവുന്നതിന് വെക്കും. ആ കൂളായതിനു ശേഷമുള്ള ബ്രിക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ വെയിറ്റ് നോക്കും. അതിനെയാണ് ബ്രിക്കിൻ്റെ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത്. സോ അതിന് ഓവൻ ഡ്രൈഡ് ആൻഡ് കൂൾഡ് മാസ് ഓഫ് ബ്രിക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് CTM UTM എന്ന് പറയുന്നത്. ഇത് സിവിൽ ലാബുകൾ അല്ലെങ്കിൽ സൈറ്റിലെ ലാബുകളിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് CTM എന്ന് പറയുന്നത്. പിന്നീട് CTM എന്ന് പറയുന്നത് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനാണ്. ഇത് പലതരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് CTM എന്ന് പറയുന്നത്. ഇനി UTM എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. ഇനി CTM ഉം UTM ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് CTM കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ്. അതിന് ഒരു മൂവബിൾ ജോയും അതേപോലെ ഒരു ഫിക്സ്ഡ് ജോയും ആണ് ഉണ്ടായിരിക്കുക. ബട്ട് UTM-ൽ കംപ്രഷൻ മാത്രമല്ല, നമുക്കൊരു റീഇൻഫോഴ്സ്മെന്റ് കമ്പി, കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന കമ്പിയുടെ ടെൻഷൻ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ UTM മെഷീനാണ് ഉപയോഗിക്കുക. അതിൽ കംപ്രഷനും ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ടെൻഷനും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം ടെൻഷൻ ലോഡ്, ടെൻഷൻ എന്ന് പറയുന്നത് പുള്ളാണ് വരിക. ഇപ്പം ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൽ ഇത്തരത്തിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ കംപ്രഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ടെൻഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കംപ്രഷനും അതേപോലെ അതിൻ്റെ ടെൻഷൻ കപ്പാസിറ്റിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കംപ്രഷനും ടെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. കംപ്രഷൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് CTM-ലും UTM-ലും ചെയ്യാനായിട്ട് പറ്റും. ടെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്കതിന് UTM, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് 16 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിലുള്ളത്.
അപ്പോൾ ഇത്രയും എടുത്ത പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈ ഒരു വാട്ടർ അബ്സോർപ്ഷൻ ഫോർമുലയിൽ M2 മൈനസ് M1 ഡിവൈഡ് ബൈ M1 ആയിരിക്കും ചെയ്യുക. വെള്ളം അബ്സോർബ് ചെയ്ത വെയിറ്റ് ഡിവൈഡ് ബൈ ഡ്രൈ വെയിറ്റ് ഇൻറ്റു 100. നെക്സ്റ്റ് ഒരു ഡൗട്ട് പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ ക്യൂബ് ബ്രിക്കിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ്. വൺ മീറ്റർ ക്യൂബ് ബ്രിക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ബ്രിക്ക് വർക്ക് ചെയ്യണം. ആ ബ്രിക്ക് വർക്കിന്റെ ഇതൊരു ക്യൂബാണ്. ഇതിൻ്റെ എല്ലാ അളവുകളും 1 മീറ്റർ ആണ്. ഇറ്റ്സ് എ 1 മീറ്റർ ക്യൂബ്. സോ ഈ 1 മീറ്റർ ക്യൂബ് ചെയ്യാനായിട്ട് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരം നമ്മളവിടെ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് ഉപയോഗിക്കുന്നു. ആ ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ, ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോരോ ബ്രിക്കായിട്ട് ഉപയോഗിക്കും. ആദ്യം നമ്മൾ ഒരു ലെയർ മോർട്ടാർ ഉപയോഗിക്കും, ബ്രിക്ക് ഉപയോഗിക്കും. ഇങ്ങനെ നമുക്ക് ഈ ബ്രിക്ക് വർക്ക് പൂർത്തീകരിക്കുന്നതിന് എത്ര നമ്പർ ഓഫ് ബ്രിക്സ് ആവശ്യമാണെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസറാണ് 500 നമ്പേഴ്സ് എന്ന് പറയുന്നത്. അമൃതയ്ക്ക് ക്ലിയർ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻ? സർ ക്ലിയർ ആയി. ഓക്കെ. M1 അതുപോലെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ലോഡിംഗ് റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ലോഡിംഗ് റേറ്റ് എന്ന് പറയുന്നത് സോ ലോഡിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് നമ്മളൊരു മൂവബിൾ ജോണ്ട്, ഒരു ഫിക്സ്ഡ് ജോണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ ബ്രിക്ക് വെച്ചിരിക്കുന്നത്. സോ ഈ ബ്രിക്കിൽ ലോഡ് നമുക്ക് അപ്ലൈ ചെയ്യണം. ഈ ജോ വന്ന് സഡൻ ആയിട്ട് ഇതിൽ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതൊരു ഇമ്പാക്ട് ലോഡാണ് വരിക. അപ്പോൾ നമ്മൾ എന്താ പതിയെ പതിയെ ഈ ജോ മൂവ് ചെയ്ത് താഴത്തേക്ക് വന്ന് ഇതിൽ ടച്ച് ആവും. ടച്ച് ആയി ഇവിടെ ലോക്ക് ചെയ്യും. ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇവിടെ വന്നത് ടച്ചായി ലോക്ക് ആവും. ലോക്ക് ആയതിനു ശേഷം പതിയെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ആ ലോഡ് അപ്ലൈ ചെയ്യുന്നത് ഏത് റേറ്റിലാണെന്നുള്ളതാണ് ചോദ്യം. ഏത് റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ. സോ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടണാണ്. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? mm² ആണ്. സോ ഇതാണ് അതിൻ്റെ ലോഡിങ് റേറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്തു. അതിൻ്റെ താഴെ ഏരിയ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ ഇവിടുത്തെ സ്ട്രെസ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 1 ന്യൂട്ടൺ പെർ mm² ആയിരിക്കും. സോ ആ രീതിയിൽ 1 മിനിറ്റിൽ 14 ന്യൂട്ടൺ പെർ mm² എന്നുള്ള രീതിയിലാണ് ആ ഒരു ബ്രിക്കിൽ നമ്മൾ ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ലോഡിൻ്റെ വാല്യൂ കൂടി പോയി അങ്ങനെ അതിൻ്റെ മാക്സിമം വാല്യൂ ചെയ്തുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യും.
അപ്പൊ അത് എത്ര രീതിയിൽ എത്ര പതിയെ എങ്ങനെയാണ് ഏത് റേറ്റിലാണ് അത് ലോഡ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണോ? ഈ 14 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതെ, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ആ രീതിയിലാണ് ഒരു 14 Nm² പെർ മിനിറ്റ് എന്നുള്ളതാണ്. അത് ഏത് ബ്രിക്ക് ആണെങ്കിലും സെയിം ആണോ? ലൈക്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഡിഫറെന്റ് വരും, അതോ നോർമലി ഈ റേഞ്ച് ആണ്? നോർമലി റേഞ്ചിലാണ് അപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ബ്രിക്ക് പഠിച്ചു, ബ്രിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്രിക്ക് പഠിച്ചു, മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് പഠിച്ചു, ടെസ്റ്റ് ഓൺ ബ്രിക്സ് പഠിച്ചു, സൈസ് ഓഫ് ബ്രിക്ക് പഠിച്ചു. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രിക്ക് മേസണറി എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. ബ്രിക്ക് മേസണറി, ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന മേസണറി. മേസണറി എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ബിൽഡിംഗ് യൂണിറ്റ്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കലി ബ്രിക്ക് അറേഞ്ച് ചെയ്ത് അത് ഒരുമിച്ച് ബോണ്ട് ചെയ്ത് ഒരു ഹോമോജിനസ് മാസാക്കി മാറ്റുന്നതിനാണ് മേസണറി വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ മേസണറി വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് സേഫായിട്ട് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുന്നത്. ഒന്നുമില്ല, നമ്മുടെ മേസണന്മാർ നമ്മുടെ വീടുകളിൽ ചുമരുകൾ വയ്ക്കാറില്ല, ആ വർക്കിനാണ് മേസണറി വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഫിഗർ. ബ്രിക്ക് മേസണറി ഈ രീതിയിലാണ് ചെയ്യുക. ബ്രിക്ക് വയ്ക്കും, അതിനിടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മോർട്ടാർ അപ്ലൈ ചെയ്യും. മോർട്ടാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോമോജനസ് മിക്സ്ചർ ഓഫ് സിമെന്റ്, സാൻഡ് ആൻഡ് വാട്ടർ. ഇതിൻ്റെ ഒരു ഹോമോജനസ് മിക്സ്ചറിനാണ് മോർട്ടർ എന്ന് പറയാം. മോർട്ടറും ബ്രിക്കും കൂടി കമ്പൈൻ ചെയ്ത് ലെയർ ബൈ ലെയർ ആയിട്ട് വെക്കും. ഇതിനാണ് ബ്രിക്ക് മേസണറി എന്ന് പറയാം. സോ ദിസ് ഈസ് ബ്രിക്ക് മേസണറി. നെക്സ്റ്റ്, ബ്രിക്ക് മേസണറിയിലുള്ള ഓരോ കാര്യത്തിനും എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റെഡ് കളറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഇതിനെയാണ് കോഴ്സ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്ക് ഈസ് നോൺ ആസ് കോഴ്സ്. So horizontal layer of masonry unit, that is known as course. Next, header and structure. Header and structure എന്താണ് നമ്മൾ പഠിച്ചു. ഷോർട്ടർ സൈഡ് അല്ലെങ്കിൽ എൻഡ് ഫേസ് ഓഫ് ബ്രിക്ക്, അതിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. ലോങ്ങർ നാരോ സൈഡ് ഓഫ് ബ്രിക്ക് എക്സ്പോസ്ഡ്, അതിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഈ ഒരു പോർഷനാണ് ഹെഡർ എന്ന് പറയുന്നത്, ഈ ഒരു പോർഷന് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബ്രിക്ക് മേസണറി എന്ന് പറയുന്നത്. സോ ബ്രിക്ക് മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് ബോണ്ട് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുന്നത് തന്നെയാണ്. അതൊരു ഹോമോജിനസ് മാസ്സായിട്ട് ഫോം ചെയ്യുന്നതിന് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മേസണറി വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു മേസണറി വർക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ ബ്രിക്ക് ഉണ്ട്, ബ്രിക്കിനെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനിടയിലായിട്ട് 1 cm മോർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. മോർട്ടർ എന്ന് പറയുന്നത്, മോർട്ടർ ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ ഓഫ് സിമെന്റ്, സാൻഡ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ്, ഇവിടെ റെഡ് കളറിൽ ഒരു ലൈൻ നിങ്ങൾക്ക് ഇവിടെ ഒരു റെക്ടാങ്കിൾ കാണാം. സോ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്ക്, ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മേസണറി യൂണിറ്റ്, ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മേസണറി യൂണിറ്റ് ഈസ് നോൺ ആസ് കോഴ്സ്. ആ ഒരു ലെയർ പോർഷന് കോഴ്സ് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഈ ഒരു സൈഡിനാണ് ഹെഡർ എന്ന് പറയുന്നത്, ഈ സൈഡിനെ സ്ട്രക്ചർ എന്നും, ഇത് അതിൻ്റെ ടോപ്പ് പോർഷന് ഫേസ് ഓഫ് ബ്രിക്ക് എന്നാണ് പറയുന്നത്. സോ ഹെഡർ ഈസ് എ ഷോർട്ട് സൈഡ് ഓർ എൻഡ് ഫേസ് ഓഫ് എ പീസ് ഓഫ് ബ്രിക്ക് ദാറ്റ് ഈസ് എക്സ്പോസ്ഡ്, അതിനാണ് ഹെഡർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ is a longer narrow side of brick exposed, അതിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. The surface of stone or brick that is perpendicular to the pressure line, പ്രഷർ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസിന് എന്ത് പറയുക എന്നുള്ളതാണ് ബെഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ പ്രഷർ ലൈൻ എന്ന് പറയുന്നത്, ഇവിടെ ലോഡ് ഈ രീതിയിലാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. സോ ദിസ് ഈസ് എ പ്രഷർ ലൈൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫേസ് എന്ന് പറയുന്നത്. അതിന് ഫേസ് അല്ലെങ്കിൽ ബെഡ് ഓഫ് ബ്രിക്ക് എന്നാണ് പറഞ്ഞത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബെഡ് സർഫസ് ഓഫ് സ്റ്റോൺ ഓർ ബ്രിക്ക് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു പ്രഷർ ലൈൻ. നെക്സ്റ്റ്, ഫ്രോഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫ്രോഗ് മെൻഷൻ ചെയ്തിരുന്നു. ഇറ്റ് ഈസ് എ ഡിപ്രഷൻ മെയ്ഡ് ഓൺ ദ ടോപ്പ് സർഫസ് ഓഫ് ബ്രിക്ക് വിച്ച് ഫോംസ് എ കീ ഫോർ ദ മോട്ടർ. മോട്ടറിനുള്ള ഒരു കീ ആയിട്ട് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇംപ്രഷനെയാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. സോ ഫ്രോഗ് എന്നുള്ളതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാറ്റ്. ഈ ഒരു ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ബ്രിക്ക് കട്ട് അക്രോസ് ദ വിഡ്ത്ത്. ബ്രിക്കിന്റെ അക്രോസ് ദ വിഡ്ത്ത്
കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രിക്ക് ബാറ്റ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നോക്കൂ, ഇവിടെ ബ്രിക്കിന്റെ ഹാഫ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. സോ റിമൈനിങ് ഒരു ഹാഫ് ഉണ്ട്. സോ ദിസ് ഈസ് ഹാഫ് ബാറ്റ്. ഇവിടെ നോക്കൂ, ഒരു 1/3 പോർഷൻ 1/4 പോർഷൻ ഇതിന് പോയിട്ടുണ്ട്. ഇതിന് റിമൈനിങ് ഉള്ളത് ദിസ് ഈസ് 3/4 ബാറ്റ്. സോ ഈ ബാറ്റ് നമ്മൾ പഠിക്കാനുള്ള കാരണം ബ്രിക്കിന്റെ കൺസ്ട്രക്ഷൻ ഒരു ഫുൾ ബ്രിക്ക് മാത്രമല്ല ഉപയോഗിക്കാറുള്ളത്. ഇതേപോലെ ഹാഫ് ബാറ്റ്സ് ഉപയോഗിക്കാം, 3/4 ബാറ്റ്സ് ഉപയോഗിക്കാം, പലതരത്തിലുള്ള ബ്രിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ബ്രിക്ക് മേസണറി ചെയ്യുമ്പോൾ ഒരു ബ്രിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബ്രിക്ക് മോട്ടറിന് ശേഷം വേറെ അറേഞ്ച് ചെയ്യും, വീണ്ടും അടുത്ത ബ്രിക്ക് അറേഞ്ച് ചെയ്യും. ഇങ്ങനെ വെക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയാന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ലെയർ വെക്കുമ്പോൾ കറക്റ്റ് ഇതിന്റെ മുകളിൽ വെച്ച് തന്നെ ഉണ്ടാവും. ഇങ്ങനെ വർക്ക് ചെയ്ത് പോയാൽ എങ്ങനെ ഉണ്ടാവും, അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവും. സോ അപ്പൊ ഈ രീതിയിലല്ല വർക്ക് ചെയ്യാറുള്ളത്. ഇതിനെ വർക്ക് ചെയ്യുന്നത് ബ്രിക്ക് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യാറുള്ളത്. ഇതിന്റെ ഈ ജോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ജോയിന്റ് വരിക, ഇതിന്റെ ജോയിന്റ് ഇവിടെ വരും. സോ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യും. കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ ബ്രിക്ക് വർക്ക് സ്റ്റേബിൾ ആയിരിക്കില്ല. ഇത്തരത്തിൽ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് ഹാഫ് ബാറ്റും 3/4 ബാറ്റൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതെല്ലാം വിട്ട് വൈസ് കട്ട് അക്രോസ് ദ വിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ബാറ്റ്, ബ്രിക്ക് ബാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലോസർ ആണ്. സോ ക്ലോസർ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ബാറ്റ്. ബാറ്റ് വിഡ്ത് വൈസ് ആണ് കട്ട് ചെയ്തിരുന്നെങ്കിൽ ക്ലോസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോർഷൻ ഓഫ് ബ്രിക്ക് കട്ട് ലെങ്ത് വൈസ് ഇൻ സച്ച് എ മാനർ ഇറ്റ് ഈസ് വൺ ലോങ് ഫേസ് റിമൈൻ അൺകട്ട്. സോ ഇതിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്. ഇത് ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ ഇങ്ങനെ പർട്ടിക്കുലർ ഈ തരത്തിൽ ഇതിനെ നമ്മൾ ക്യൂൻ ക്ലോസർ എന്നാണ് പറയുന്നത്. It is a portion of brick obtained by cutting a brick lengthwise into two portions. Lengthwise ഒരു ബ്രിക്കിനെ 2 പോർഷൻ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ക്യൂൻ ക്ലോസർ. നെക്സ്റ്റ് പോർഷൻ കിങ് ക്ലോസർ ആണ്. സോ കിങ് ക്ലോസർ എന്ന് പറയുന്നത് ബ്രിക്ക് obtained by cutting ഓഫ് എ ട്രയാങ്കുലർ പീസ്. ഇവിടെ നമ്മളൊരു ട്രയാങ്കുലർ പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഈസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് വൺ എൻഡ്. ഇതാണ് ഒരു എൻഡ്. ഈ എൻഡിന്റെ സെന്ററും അതേപോലെ തന്നെ സെന്റർ ഓഫ് വൺ സൈഡ്, ഈ സൈഡിന്റെ സെന്റർ, ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇത്രയും ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് റിമൈനിങ് വരുന്ന പോർഷനാണ് നമ്മൾ ദാറ്റ് ഈസ് നോൺ ആസ് കിങ് ക്ലോസർ. So this is king closer. Next is beveled closer. King closer എൻഡിന്റെയും എഡ്ജിന്റെയും മിഡിൽ വെച്ച് ട്രയാങ്കിൾ പോർഷൻ ആണ് കട്ട് ചെയ്തെങ്കിൽ ബിവൽഡ് ക്ലോസറിൽ ചെയ്യുന്നത് ഹാഫ് വിത്ത് അറ്റ് വൺ എൻഡ് ആൻഡ് ഫുൾ വിത്ത് അറ്റ് ദ അതർ എൻഡ്. എൻഡിന്റെ ഇവിടെയുള്ള ഹാഫും സൈഡിന്റെ ഈ എൻഡും വെച്ച് ഇത്രയും ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് കളയാണെങ്കിൽ റിമൈനിങ് വരുന്നതിനെയാണ് ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടേം നമ്മൾ ബ്രിക്കിൽ ഉപയോഗിക്കുന്നത് ടോയിൻസ് എന്നുള്ളതാണ്. ടോയിൻസ് എന്ന് പറയുന്നത് സ്റ്റോൺസ് യൂസ്ഡ് ഫോർ ദ കോർണർ ഓഫ് വാൾസ് ഓഫ് എ സ്ട്രക്ചർ. സോ വാളിന്റെ കോർണർ ഉപയോഗിക്കുന്ന ഒരു കല്ലാണ്. സോ ഈ ഒരു ബ്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്രിക്ക് ഇതിനൊക്കെയാണ് നമ്മൾ കോയിൻ എന്ന് പറയുന്നത്. കോർണറിൽ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ സ്റ്റോൺസ് യൂസ്ഡ് ഫോർ ദ കോർണർ ഓഫ് വാൾസ് ഓഫ് എ സ്ട്രക്ചർ. കോർണർ വാൾസ് ഉപയോഗിക്കുന്ന ആ ഒരു ഇഷ്ടികനാണ് കോയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആരിസ്. ആരിസ് എന്ന് പറയുന്നത് ആരിസ് ആർ ദ എഡ്ജ് ഓഫ് ഈ ഒരു എഡ്ജ്. ഈ ഒരു എഡ്ജിനെ നമ്മൾ ആരിസ് എന്നാണ് പറയുന്നത്. ഈ ഒരു എഡ്ജിന് ബ്രിക്കിന്റെ ഈ എഡ്ജസിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ആരിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബുൾനോസ് ബ്രിക്ക്. ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത് ഇതിന്റെ എഡ്ജ് ഷാർപ്പൺ ചെയ്യാണ്ട് ഇതേപോലെ കർവ് ചെയ്ത് ഒരു റേഡിയസിൽ കർവ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബ്രിക്കിനാണ് ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ട് സൈഡിലും ഇതേപോലെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് മോൾഡഡ് വിത്ത് ഡബിൾ ബുൾനോസ് in one end is known as കൗനോസ്. കൗനോസ് ബ്രിക്ക് എന്നാണ് രണ്ട് സൈഡും കൂടിയും ഇതേപോലെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കൗനോസ് ബ്രിക്ക് എന്നാണ് പറയുന്നത്. സോ ഇതേപോലെ കർവ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിംഗിൾ നോസ് ഉണ്ടെങ്കിൽ അതിനെ ബുൾനോസ് എന്ന് പറയും. ഡബിൾ നോസ് ഉണ്ടെങ്കിൽ അതിനെ കൗനോസ് എന്ന് പറയും. നമുക്ക് ബ്രിക്കിൽ പഠിക്കാനുള്ളത് കോർബൽ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ്. കോർബൽ എന്ന ടേം എന്ന് പറയുന്നത് പ്രൊജക്റ്റിംഗ് സ്റ്റോൺ പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ദ ജോയിസ്റ്റ് ഓർ ട്രസ് എക്സെട്ര. നമ്മൾ ഒരു ചുമര് ഇതേപോലെ തന്നെ ഉണ്ടെങ്കിൽ അതിന്ന് ഇതേപോലെ ചെറിയൊരു പ്രൊജക്ഷൻ എന്തിനെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനോ എന്തിനെങ്കിലും വേണ്ടി ഇതേപോലെ ഒരു പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർബൽ എന്ന് പറയുന്നത്. സോ പലതിലും ഇതേപോലെ തന്നെ ഡ്രസ്സ് വയ്ക്കുക അങ്ങനെ വേറെ എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ കോർണറിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഈ പ്രൊജക്റ്റിംഗ് സ്റ്റോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോർബൽ എന്ന് വിളിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഉള്ളത് കോപ്പിംഗ് എന്ന് പറഞ്ഞ ടീമാണ്. ഇറ്റ് ഈസ് എ കവറിംഗ് പ്രൊവൈഡഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ കോമ്പൗണ്ട് വാൾ ടു പ്രിവെന്റ് സീപ്പേജ് ഓഫ് വാട്ടർ. ഇതിലെ കോമ്പൗണ്ട് വാൾസിന്റെ ഒക്കെ മുകളിലായിട്ട് വെള്ളം ഇതിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കവറിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന കവറിങ്ങിനെയാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് കാണാൻ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രിവെന്റ് സീപ്പേജ് ഓഫ് വാട്ടറിന്റെ സീപ്പേജ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോപ്പിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ഈസ് കോർണിസ്. കോർണിസ് എന്ന് പറഞ്ഞ ടേം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓർണമെന്റൽ കോഴ്സ്. Provided near the top of wall or at the junction between the wall and ceiling. ഒരു വീടിൻ്റെ ഒരു റൂമൊക്കെ ആണെങ്കിൽ ഇത് റൂമിൻ്റെ സീലിങ്, ഇത് അതിൻ്റെ ചുമര്. സോ അതിൻ്റെ ഈ കോർണറിലായിട്ട് വീടുകളിലെ ഹാളുകളിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഓർണമെന്റൽ വർക്കുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പ്ലാസ്റ്ററിങ്ങിൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഇതേപോലത്തെ ഓർണമെന്റൽ വർക്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്താ പറയുക, കോർണിസ് എന്ന് പറയുന്നത്. കോർബൽ ഉണ്ട്, കോർണിസ് ഉണ്ട്. കോർബൽ എന്ന് പറയുന്നത് പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആയിരുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കോർണിസ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിംഗ് ഓർണമെന്റൽ കോഴ്സ് പ്രൊവൈഡഡ് നിയർ ദ ടോപ്പ് ഓഫ് എ വാൾ ഓർ അറ്റ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ദ വാൾ ആൻഡ് സീലിംഗ്. ഇതിനെയാണ് കോർണിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും ടേംസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ പഠിച്ച ടേംസിൽ ഏതിലെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. കോർബൽ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആണ്. ഇതിപ്പോ നമ്മുടെ ഒരു ചുമരാണ്. ഇതിൽ ഒരു സ്റ്റോൺ ഇതേപോലെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോൺ എന്ന് പറയുന്നത് ഇതിൽ എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോൺ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സിംഗിൾ പീസായിരിക്കും. ഇങ്ങനെ ഒരു സിംഗിൾ പീസായിട്ടുള്ള ഇതിനെയാണ് കോർബൽ എന്ന് പറയുന്നത്. ഇനി കോർണിസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ചുമരാണെങ്കിൽ ഇത് ചുമരും വാളും ഇതേപോലെ സീലിങ്ങും തമ്മിലുള്ള ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ഇതേപോലെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ പല രീതിയിലുള്ള ഷേപ്പിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഇത്തരം വർക്കുകളെയാണ് കോർണിസ് എന്ന് പറയുക. അത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഹാളിലൊക്കെ പോയിട്ട് സീലിങ്ങും അതേപോലെ തന്നെ ചുമരും തമ്മിലുള്ള ജോയിന്റിലോ അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങിയിട്ട് എന്തെങ്കിലും വർക്കുകൾ
ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. പല വീടുകളിലും ചെയ്തിട്ടുണ്ടാവാറുണ്ട്. അത്തരം ഓർണമെന്റൽ വർക്കിന്, ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന വർക്കിനാണ് കോർണിസ് എന്ന് പറയുന്നത്. ബട്ട് കോർബൽ എന്താണ്? അതൊരു പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആണ്. അത് എന്തിനെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ സ്റ്റോണിനാണ് കോർബൽ സ്റ്റോൺ എന്ന് പറയുന്നത്. കോർണിസ് എന്ന് പറയുന്നത് ഒരു ഓർണമെന്റൽ വർക്കാണ്. അത് ത്രൂ ഔട്ട് ദ ലെങ്ത് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചുറ്റും ആ ഒരു ഹാളിലാണെങ്കിൽ ആ ചുമര്, ആ ജംഗ്ഷനിൽ, സീലിംഗ് വാൾ ജംഗ്ഷനിൽ മൊത്തമായിട്ടുണ്ടായിരുന്നു. അതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത് ബ്രിക്ക് മേസണറിയിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോണ്ടുകളെ കുറിച്ചാണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോണ്ടുകളും അതിന്റെ ആൻസറും ഉണ്ട്. അതൊരു ചെറിയ പോർഷനാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാ, അടുത്ത സെഷൻ ഉണ്ടോ അതോ എങ്ങനെയാ? ഹലോ, എന്റെ സെഷന് ശേഷം നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകളുണ്ടോ? ഓക്കെ, അറിയില്ല സർ, പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സോ ജസ്റ്റ് ബോണ്ട് എന്താണെന്നുള്ളത് കൂടി പറയാം. ബോണ്ട് എന്ന് പറയുന്നത് പലതരത്തിൽ ബ്രിക്കുകൾ നമ്മൾ ചുമര് ബ്രിക്ക് വെച്ച് ചെയ്യുന്നതിന് ബ്രിക്ക് മേസണറി എന്നാണ് പറയുക. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമ്മൾ മേസണറിയിൽ ചെയ്യാറുണ്ട്. നമുക്ക് ഒരുപാട് ടൈപ്പ് ബ്രിക്ക് ഉണ്ട്, ബാറ്റുകളുണ്ട്, ക്ലോസറുകളുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഒരു ബ്രിക്ക് മേസണറി ചെയ്യുമ്പോൾ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ജോയിൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പാടില്ല. ഇവിടെ നോക്കൂ, ഇതാണ് ഒരു വെർട്ടിക്കൽ ജോയിന്റ്. ഈ ഒരു വെർട്ടിക്കൽ ജോയിന്റ് കഴിഞ്ഞാൽ നേരെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ അടുത്ത വെർട്ടിക്കൽ ജോയിന്റ് ഇല്ല. പിന്നെ വെർട്ടിക്കൽ ജോയിന്റ് വരുന്നത് ഇവിടെയാണ്. പിന്നെ നെക്സ്റ്റ് ഇതിന്റെ മുകളിലുള്ള അടുത്ത ഒരു ലെയറിലായിരിക്കും വരിക. സോ ഈ ഒരു ലെയറിനെ നമ്മൾ എന്ത് പറയുന്നതാണ് വിളിച്ചത്? സോ ദിസ് ഈസ് നോൺ ആസ് പോഴ്സ്. സോ ഇവിടെ നോക്കൂ, ഈ ഒരു ബ്രിക്കിന്റെ അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ബ്രിക്കിന്റെ അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ബ്രിക്കിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇതിന് മുകളിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഈ ഒരു കോഴ്സിനെ നമ്മൾ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയും. സോ ദിസ് ഈസ് സെക്കൻഡ് കോഴ്സ്, ദിസ് ഈസ് തേർഡ്, ഫോർത്ത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒരു ബ്രിക്ക് മേസണറി ടൈപ്പ് ഓഫ് ബോണ്ടുകളിലും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതായത് ഓഡ് കോഴ്സസും അതേപോലെ ഈവൻ കോഴ്സസും, അങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുക. സോ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ഒക്കെ നമ്മൾ ഇതിനെ ഓഡ് കോഴ്സ് എന്നാണ് പറയുന്നത്. സെക്കൻഡ്, ഫോർത്ത്, സിക്സ് അതിനൊക്കെ നമ്മൾ ഈവൻ കോഴ്സ് എന്ന് പറയും. സോ എല്ലാ ഓഡ് കോഴ്സുകളും അതിൻ്റെ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ കോഴ്സുകളും അതിൻ്റെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ രീതിയിലായിരിക്കും ബ്രിക്ക് മേസണറിയിൽ ബോണ്ടുകൾ ഉണ്ടായിരിക്കുക. സോ ഈ ബ്രിക്ക് മേസണറി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻസ് അവോയ്ഡ് ചെയ്യാനുള്ളതാണ്. കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോണ്ടിങ് അവിടെ നഷ്ടപ്പെടും. അതിന് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റാതെ വരും. അപ്പം അതുകൊണ്ട് ഈ ഒരു ബ്രിക്കുകൾ പല രീതിയിൽ വെർട്ടിക്കൽ ജോയിൻസ് വരാതെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനും ഒരു പേര് വിളിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ബ്രിക്ക് ബോണ്ട്, ബ്രിക്ക് മേസണറി. അപ്പൊ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാന്നുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോണ്ടാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഏത് രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു പോർഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്, സാധാരണ ചോദിച്ചു കാണാറുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മൾ മുന്നേ പഠിച്ച ഓരോ കോർണിസ്, കോർബൽ, കോപ്പിംഗ്, ആരിസ്, ഫ്രോഗ്, ഇങ്ങനെ ഈ ടൈപ്പൊക്കെ ഇതൊന്നും ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ വെക്കുന്ന പഠിച്ച കോൺസ്റ്റിറ്റ്യൂൻസ് ആ പോർഷനിലൊക്കെ നമ്മൾ എവിടെയാണ് ചോദിക്കാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടൈപ്പ് ഓഫ് ബോണ്ടുകളും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും നോക്കാം. മെയിൻ പോർഷനിൽ നമുക്ക് അടുത്തൊരു ബിൽഡിംഗ് മെറ്റീരിയൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
സർ ബെഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ആക്ച്വലി പ്രഷർ ലൈൻ അത് മനസ്സിലായി. ഓക്കെ. ബെഡ് എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് നമ്മുടെ ചുമര്. ഈ ചുമരിലേക്ക് വെർട്ടിക്കൽ ലോഡ് എങ്ങനെയായിരിക്കും വരിക? വെർട്ടിക്കൽ ലോഡ് ഈ ഒരു ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. ഇതായിരിക്കും ഇതിന്റെ ലോഡിന്റെ ലൈൻ. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസ് അതാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബെഡ്. സർഫസ് ഓഫ് സ്റ്റോൺ ഓർ ബ്രിക്ക് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്രഷർ ലൈൻ. സോ ഇവിടെ പ്രഷർ ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ ലൈനാണ് പ്രഷർ ലൈൻ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് ഈ ഫേസ് ആണ്. സോ ആ ഫേസിനാണ് ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.